അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെ അപൂർവങ്ങളായിട്ട് സംഭവിക്കാറുള്ളൂ. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാസ്സായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ RCB കപ്പ് പൊക്കിക്കഴിഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഓഫ് കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്യാപ്പ് കൊടുക്കുന്നത് ഭയങ്കര ബഹളമായിരുന്നു. കാരണം അപ്പോൾ ഫുഡ് കൊടുക്കാൻ ടൈമായി. പിന്നെ നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ ഈ സെയിം റൊട്ടീൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോറടിക്കാറില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ബോറടിക്കും ചില സമയങ്ങളിൽ. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലൊന്നും അല്ല ഫുഡ് കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ മാറ്റും, ചില ദിവസങ്ങളിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കും. അതിനെയാണ് നമ്മൾ ചീറ്റ് മീൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ഗെയിംസിന് വേണ്ടി നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ചില സാക്രിഫൈസസ് ഒക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് അങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പം മഴ പെയ്യും, എപ്പോൾ വെയിൽ വരുന്നു ഒരു പിടിയില്ല. അങ്ങനെ ഈവനിങ് വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് ഈ കാഴ്ച കാണുന്നത്. എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ സമയം കളയാതെ തന്നെ ഫുഡ് കൊടുത്തു. നേരെ പോയി ഫുഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഫുൾ ഹാപ്പി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫുഡും കഴിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇന്നാണ് ഫൈനൽസ് എന്ന്. ഞാനപ്പം ടൈം കളഞ്ഞില്ല, കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഫുഡൊക്കെ നേരെ കഴിച്ച് ഞാൻ നേരെ ജിമ്മിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്കൊരു പ്രതീക്ഷിക്കാത്ത പണി കിട്ടി, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 6:30 അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡേ ആണ്, മിസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ന് ജിമ്മിൽ ഒറ്റൊരു മനുഷ്യനിലായിരുന്നു. എല്ലാവരും ഫൈനൽസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനങ്ങനെ ക്രിക്കറ്റിൻ്റെ വലിയ ഫാൻ ബോയ് ഒന്നുമല്ല. പക്ഷേ എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം ഫോണും നോക്കിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഈ ഒരു വിജയത്തിന് വേണ്ടി എത്ര കാലമായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ കാത്തിരിക്കും തോറും അതിൻ്റെ മധുരം കൂടും. സോ ഇന്നത്തെ മാച്ച് ജയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു തിരിച്ചടിയായിട്ട് RCB ഫൈനലി കപ്പ് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് എഡിറ്റിംഗ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഇന്നത്തെ ദിവസം തീർക്കാനായിട്ട്. അതിനിടയ്ക്കാണ് ആ ഹാപ്പി ന്യൂസ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഹാപ്പിയായി. ബിക്കോസ് എൻ്റെ വീടിന് ചുറ്റും ബഹളമായിരുന്നു. RCB ഫൈനലി വോൺ ദ IPL. ബൈ ഗൈസ്, സീ യു ടുമോറോ.